എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറുക്ക് കാളനാണ്. കാളൻ ഉണ്ടാക്കാനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചേനയും 1 കപ്പ് പച്ച ഏത്തക്കയുമാണ്. ചേനയും ഏത്തക്കയും തൊലി ചെത്തി നന്നായിട്ട് കഴുകി അല്പം വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. കറി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മാത്രം വെള്ളത്തിൽ നിന്നെടുത്താൽ മതി. ഇനി കാളൻ ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് കഷ്ണങ്ങളിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിളക്കുക. വെള്ളം കൂടിപ്പോകരുത്. ചേനയുടെ വേവനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ചില ചേന പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കാറാകുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുക. കഷ്ണങ്ങൾ വേവുന്ന സമയം കാളന് വേണ്ടി അരപ്പുണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് തേങ്ങ ചിരികിയത്, 3/4 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക് ഇത്രയും ഇട്ട് അരയാൻ ആവശ്യമായ അല്പം വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇടയ്ക്ക് കഷ്ണങ്ങൾ വെന്തോ എന്ന് നോക്കണം. വെന്തെങ്കിൽ ഇളക്കി 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഒന്നുകൂടി ഇളക്കിയ ശേഷം കട്ടയുടച്ച് അല്പം പുളിയുള്ള 2 കപ്പ് തൈര് ചേർത്ത് തൈര് പിരിയാതിരിക്കാൻ ഇടപെടാതെ 3 മിനിറ്റ് ഇളക്കുക. തൈര് നന്നായിട്ട് ചൂടാകുമ്പോൾ കറിക്ക് അല്പം ലൂസ് കൂടും. തിളയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കുറുക്കുക. നമ്മുടെ പരുവത്തിന് കാളൻ കുറുകാൻ തുടങ്ങുമ്പോൾ അരപ്പും ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് അരപ്പ് വേകാൻ 3-4 മിനിറ്റ് കൂടി ഇളക്കുക. നമ്മുടെ കുറുക്ക് കാളൻ റെഡിയായിട്ടുണ്ട്. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. 1/4 ടീസ്പൂൺ ഉലുവയിട്ട് മൂപ്പിച്ച ശേഷം 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് ഏതാനും സെക്കൻഡ് ചൂടാക്കി കറിയിലൊഴിക്കുക. കാളൻ നന്നായിട്ട് ഇളക്കിയ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എഴുതാനും മറക്കരുത്.